of Small Enterprises and Development. We have with us Sri G.S. Prakash, Director and Head of Office, MSME, DFO, Government of Kerala. Our Honorable Minister of Industries and Law, Mr. P. Rajiv. Dr. V.K. Ramachandran, Vice Chairman, State Planning Board. Chairperson, Dr. M.K. Sukumaran Nair. Dr. B.M. Matthew, Dr. Adil Menon, Dr. Hyvie Aiden, Member of Parliament. Mrs. Uma Thomas, MLA. Mr. M. Anil Kumar, Mayor of Kochi. Mr. Kumar, Vice President, Kanikod Industries Forum. Thank you, Matthew. Now, I would like to invite Dr. M.K. Sukumaran Nair, Chairperson, for introductory comments. Everybody. Vice Chairman of Planning Board, Government of Kerala, State, Dr. V.K. Ramachandran, Mr. Prakash, Dr. Matthew, and friends. In speaking of small enterprises and development, Mupatiyala Foundation celebration in small enterprises report also will be released. കേരളത്തിലും ഇന്ത്യയിലും ആകെ തന്നെ സ്മോൾ എന്റർപ്രൈസസിൻ്റെ ചെറുകിട വ്യവസായങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിന് പുറത്തും ഉണ്ടായി വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് സ്റ്റാർട്ടപ്പുകളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറുകിട വ്യവസായത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ രൂപപ്പെട്ടു വരികയാണ്. അതുപയോഗിച്ച് ധാരാളം ചെറുകിട വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ കൂടെ എല്ലാം കുറേ തൊഴിൽ നൽകാനും സാധിച്ചു. ലോകത്തെ ആകമാനം വീക്ഷിക്കുകയാണെങ്കിൽ സ്മോൾ എന്റർപ്രൈസസ് ആണ് വ്യവസായങ്ങളിൽ ഏറ്റവും മുന്നിട്ടുള്ളത്. ഏതാണ്ട് 80 മുതൽ 85% വരെ വ്യവസായ മേഖലയിൽ തൊഴിൽ നൽകുന്നത് ചെറുകിട വ്യവസായങ്ങളാണ്. സ്മോൾ മൈക്രോ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇത് 70കളിലൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 70കളിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ധാരാളം പഠനം നടന്നു. ആദ്യമായി ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തി എടുത്തു കാണിച്ച ഒരു ബെർച്ച് കമ്മിറ്റി റിപ്പോർട്ടാണ്. 1974-75 ആ സമയത്തപ്പോഴാണ് പുറത്തു വന്നത്. അതിനോടനുബന്ധിച്ച് ധാരാളം ചർച്ചകൾ അക്കാഡമിക് മേഖലയിലും പോളിസി മേക്കിംഗ് മേഖലകളിലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അമേരിക്കയിലും ചില പഠനങ്ങളുണ്ട്. ഇവിടെയൊക്കെ കാണിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാം വ്യവസായത്തിൻ്റെ ഒരു എഞ്ചിനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ചെറുകിട വ്യവസായങ്ങളാണ്. ഈ ചെറുകിട വ്യവസായങ്ങൾ ഇന്നൊവേഷനിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നു. ചില പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് പെർ എംപ്ലോയി ഇന്നൊവേഷൻ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായങ്ങളിലാണെന്നാണ്, വൻകിട വ്യവസായങ്ങളിലല്ല. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ചെറുകിട വ്യവസായങ്ങളിൽ ഇന്നൊവേഷൻ വളരെ കുറവാണ്. മിക്കവാറും അനുകരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. പ്രോസസ് ഇന്നൊവേഷനുണ്ട്, പ്രോഡക്റ്റ് ഇന്നൊവേഷനുണ്ട്. ഇതിലെല്ലാം ഒരുപാട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിന് പറ്റിയ ഒരു സാമൂഹിക അന്തരീക്ഷം, ഒരു വ്യാവസായിക അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളിലും, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ സ്മോൾ എന്റർപ്രൈസസ് ക്ലസ്റ്റേഴ്സ് ധാരാളമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു. ബ്രസീലിൽ അങ്ങനെയുള്ള ക്ലസ്റ്ററുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ആ ക്ലസ്റ്ററുകളെല്ലാം ഇന്നൊവേഷൻ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ക്ലസ്റ്ററുകളിലെല്ലാം ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് വ്യവസായങ്ങൾ ഒന്നിച്ചു വരുന്നു. ഇവർ തമ്മിൽ കോമ്പറ്റീഷനും കോപ്പറേഷനും ഉണ്ട്.
അവർ കമ്പീറ്റ് ചെയ്യുന്നത് കൂടുതൽ ക്ലയൻസിനെ പിടിച്ചിട്ട് കൂടുതൽ ആളുകൾക്ക് ഇവരുടെ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So, these small enterprises, they produce the same product and distribute to different customers. These customers will ultimately assemble those things and make the final product. And according to the requirement of the customers, they bring in innovation. The competition is for innovation. At the same time, and also for innovation and making the final product. At the same time, there is cooperation in finances, cooperation in give and take, and there is a lot of cooperative deals between them. For example, if one small firm has a financial problem, the other firm can come in with a temporary support. Similarly, infrastructural facilities. One firm has a product testing facility center. That center can be used by other small firms nearby. And one firm comes out with an innovation. Then another firm competes with this firm to bring out another innovation. And in all those things, according to the requirement of the customers, they bring in the innovation. Such clusters, there are a few in India. The hosiery cluster in Tirupur, the surgical instruments cluster in Punjab, and there is a small cluster in Kerala, also North Kerala, in Palakkad district at Shornur. There is a small cluster which manufactures, which produces instruments for medical instruments. And there, the hospitals will give them the design, and these people have to produce according to the design. And in the process, they come out with some innovation, which they present to the hospitals, and the hospitals finally agree to that. But in all those clusters, the kind of environment, infrastructural facility that has to be provided is lacking in India. That means we don't have a clear-cut policy which will support the clusters. Of course, in Kerala, we have been talking about cluster development for the last so many years. And certain things have been done also, but not enough has been done. If enough could be done, and if innovation takes place, small enterprises and development small enterprises can redraw the industrial map of Kerala. I think towards that we should tend. In Kerala, it's not possible that we will have large-scale enterprises which can generate jobs, because we don't have enough land, we have a shortage of capital, we have other problems. On the other hand, small enterprises don't require a lot of land. Small enterprises can employ a few workers, they can bring in innovation, they can successfully compete in the local market as well as national and perhaps international markets also. We will be able to compete. So if we can do that, in Kerala, we can generate more employment. Similarly, the share of manufacturing in the GSDP can be substantially increased. For the last so many years, if you look at the industrial sector, the share of industrial sector has largely been stagnant. But this has to change. Similarly, in the services sector also, small enterprises can come in a big way, where technology can be employed and in a substantial way, and innovative service products can be brought out. Kerala can have a clear advantage in innovation in the services sector, in the IT sector, in the tourism sector, which are all burgeoning sector in Kerala, and also certain other kinds of sectors where we can employ this. In the medical sector also, there is a lot of possibility for innovation. But unfortunately, innovation is taking a backseat driving in Kerala as well as India. This has to change. With this introductory remark, let me invite Dr. P.M. Matthew, who will talk to us about the institute, its work, and the
and the report it's going to release. I invite Dr. Matthew.